പെൻ ടൂൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇതിൽ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. കൺട്രോൾ എൻ അടിച്ച് കഴിഞ്ഞാൽ ഒരു ലെയർ, കൺട്രോൾ ന്യൂ ആണ് ഉദ്ദേശിക്കുന്നത്, ലെയർ വരും. അതിനകത്ത് നമുക്ക് ഇഞ്ചസിലാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. ഞാനിവിടെ 300 റെസൊല്യൂഷൻ ഇട്ടിട്ടുണ്ട്. 18-12 ഇഞ്ചിലാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറ്റും. നമ്മൾ RGB കളറാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ക്രിയേറ്റ് ഞെക്കി കഴിഞ്ഞാൽ ഒരു ലെയർ പാനൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റെഡിയാണ്. ഇനി നമുക്ക് ഇതിൽ പെൻ ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മളിവിടെ ടൂൾ ബാറിൽ ഏറ്റവും മുകളിൽ താഴെയായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്കൊരു ടൂൾ കിടപ്പുണ്ട്. നമ്മൾ റെക്റ്റാങ്കിളും സർക്കിളും എല്ലാം വരയ്ക്കാനായിട്ടുള്ളൊരു ടൂള്. അതിൽ നമ്മളൊരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കുകയാണ്. വരച്ചതിന് ശേഷം നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പുതിയൊരു ലെയറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ബ്ലാങ്ക് ലെയർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു കളറ് ചൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ബക്കറ്റ് ഉണ്ടല്ലോ, പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടല്ലോ, ആ ബക്കറ്റ് എടുക്കുക. പണ്ടോട്ടേ യൂസ് ചെയ്ത് വന്നതുകൊണ്ട് ആർക്കും പാടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ട് ആ ലെയറിനകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കളർ അതിനകത്ത് വീണോളും. ഇതൊക്കെ നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പെന്നിൻ്റെ ഉപയോഗങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇതെടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് അടുത്തൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇതിനകത്ത് ഒരു സ്ക്വയർ കൂടി വരയ്ക്കുകയാണ്. ഒരു സ്ക്വയർ കൂടി വരച്ചിട്ട് നമുക്ക് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ എന്തിനാണ് പെൻ ടൂളിൽ ഇത് വരയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് വീണ്ടും ഒരു ലെയർ കൺട്രോൾ ഷിഫ്റ്റ് ന്യൂ എൻ അടിച്ച് കഴിഞ്ഞാൽ ഒരു ലെയർ ആക്കിയിട്ട് നമ്മളൊരു കളർ ചേഞ്ച് ചെയ്ത് ഫോർഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് നമ്മൾ പെയിൻറ്റിൻ്റെ ടൂൾ എടുക്കുകയാണ്. പെയിൻറ്റ് ബക്കറ്റ് എടുത്തിട്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആ പെയിൻറ്റ് വീണോളും. ആ കളർ നമ്മൾ ചൂസ് ചെയ്ത കളർ വീഴും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ രണ്ടാമത് ഓപ്ഷൻ ഉണ്ടോ, റൗണ്ട് സ്ക്വയർ വരയ്ക്കുന്നതിന് താഴെ തന്നെ റൗണ്ടും വരയ്ക്കാം. ഇതിൽ നമുക്ക് നല്ല ഷേപ്പുള്ള റൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് വരയ്ക്കണം. റൗണ്ട് കറക്റ്റിന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വരയ്ക്കുക. അല്ലെങ്കിൽ വരയ്ക്കുമ്പോൾ അളവ് മാറിപ്പോയാൽ ഷിഫ്റ്റ് ഞെക്കി കഴിഞ്ഞാലും മതി. നിങ്ങൾക്ക് ഇത് കണക്ക് റൗണ്ട് കറക്റ്റായിട്ട് വരും. നോർമലായിട്ട് നമ്മൾ ഷിഫ്റ്റ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകും. അപ്പോൾ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചൊരു റൗണ്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് അതും കൺട്രോൾ ഷിഫ്റ്റ് ന്യൂ അടിച്ച് കഴിഞ്ഞാൽ പുതിയൊരു ലെയർ ആവും. എന്നിട്ട് അതിനും ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു കളറ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിവിടെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കളർ ചൂസ് ചെയ്തത് കേട്ടോ. അതും ബക്കറ്റ് എടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു കളറായി. ഇതിപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ 2 റൗണ്ട് ഞാനിങ്ങനെ ആക്കുന്നത്. എന്നിട്ട് അത് അവിടെ കൊണ്ട് കറക്റ്റിന് എൻ്റെ എൻഡിൽ കറക്റ്റ് വയ്ക്കുകയാണ്. മറ്റേ സ്ക്വയറിൻ്റെ അടുത്തുകൊണ്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഒരു 3 ലെയറും ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അതായത് മൊത്തം ലെയറുണ്ടല്ലോ, നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ലെയറുകളുണ്ട്. ആ ലെയറുകളെല്ലാം കൂടി ഒരുമിച്ച് നമ്മളങ്ങ് ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വലത് സൈഡിൽ നിങ്ങൾ ആദ്യത്തെ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ ലാസ്റ്റുള്ള ലെയറിൽ ഞെക്കിയതിന് ശേഷം കൺട്രോൾ E അടിച്ചാൽ അതെല്ലാം കൂടി ഇതേപോലെ ഒരുമിച്ച് ഒരൊറ്റ ഇതാവും. അപ്പോൾ ഇതൊറ്റ ലെയറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പെൻ ടൂൾ എടുക്കുകയാണ്. നമ്മൾ പെൻ ടൂളിൽ കുറേ പെൻ ടൂളുണ്ട്, ഓരോന്നായിട്ട് കാണിച്ചു തരാം ഞാൻ. അതിൽ ആദ്യത്തെ പെൻ ടൂൾ എടുത്തിട്ട് നമുക്ക് ഉപയോഗം എന്താണെന്ന് നോക്കാം. അത് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഈ റൗണ്ടൊക്കെ വരച്ചതെന്ന്. നിങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നതിനേക്കാളും ഇതിൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും ഏതൊക്കെയാണ് യൂസ് എന്നുള്ളത്. നമ്മൾ ആ ഒരു റെഡ് ആണല്ലോ, റെഡും യെല്ലോയും, അത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത്. വേറെ ഒരുപാട് വഴികളുണ്ട്, പക്ഷേ പെൻ ടൂൾ ഉപയോഗിച്ചത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കറക്റ്റിന് സ്പോട്ട് ഇടണമെങ്കിൽ സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്സൽ കാണാൻ പറ്റും. അപ്പോൾ പിക്സൽ കാണുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് അവിടെ പോയിൻ്റ് ചെയ്യാൻ പറ്റും. പോയിൻ്റ് ചെയ്തിട്ട് കുറച്ച് നീക്കി അങ്ങനെ ഓരോ പോയിൻറ്റും കറക്റ്റ് ലൈൻ അടിച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ലൈനായത്. ഇനി അടുത്തൊരു സ്ഥലത്ത് കണ്ടോ, അവിടം തൊട്ട് ഈ ഞെറ്റം വരെ സെലക്ഷനായി, ഈ ഞെറ്റം വരെ. ഇനി അവിടെ നിന്നും ആ പോയിൻറ്റിൽ നിന്നും നമ്മൾ താഴോട്ട് കൊണ്ടുവരാൻ പോവാണ്. ഇത് ഫുള്ള് റൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പോയിൻ്റ് ഏതാണെന്ന് നോക്കണം. അവിടെ നിന്നും
താഴേക്ക് വന്ന് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് നിർത്തണം. എന്നിട്ട് റൗണ്ടാണ് പോവേണ്ടത്. അതാണ് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കേണ്ട കാര്യം. കാരണം എങ്ങനെയാണ് ഒരു പെൻ ടൂളിൽ റൗണ്ട് ഇടുക എന്നുള്ളത് നമുക്ക് കാണണം എന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിവിടെ സൂം ചെയ്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു പോയിൻ്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇതാണ് അടുത്ത പോയിൻ്റ്. അതായത് മുകളിലത്തെ സെലക്ഷൻ കറങ്ങി ഇവിടം വരെ എത്തി. ഇനി ഇവിടെ റൗണ്ട് എങ്ങനെ ആക്കുമെന്ന് നോക്കാം. ഒരു ക്ലിക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ഗ്യാപ്പ് വരുന്നത് അല്ലേ. നിങ്ങൾക്ക് റൗണ്ട് അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയാണ്ട് ഇങ്ങനെ തുരുതുരാ ഇങ്ങനെ മാർക്ക് ചെയ്ത് റൗണ്ട് അടിക്കണം. അങ്ങനെ വേണ്ട, നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാം. ഇതിപ്പോൾ ബാക്ക് എടുക്കണമെങ്കിൽ കൺട്രോൾ ഇസഡ് അടിച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് പൊക്കോളും. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാനായിട്ടാണ് കൺട്രോൾ ഇസഡ് അടിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സൈഡ് മൊത്തം ഗ്യാപ്പ് വരുന്നില്ലേ. ഈ ഗ്യാപ്പ് വരാതിരിക്കാൻ അവിടെ ഞെക്കിയിട്ട് ആ ഞെക്കിയ ഭാഗം വിടാതെ തന്നെ കുറച്ച് മുന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലെയറായിട്ട് വരും. അത് നീങ്ങി പോകുന്ന കണ്ടോ ആ നീല ഒരു ലൈൻ കണ്ടോ, റൗണ്ടായിട്ട് വരുന്നുണ്ടോ. അതിൻ്റെ ഷേപ്പിനാകുന്നത് വരെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടിലേക്കും സൈഡിലോട്ടൊക്കെ പിടിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഷേപ്പിനനുസരിച്ച് അത് വരും. കണ്ടോ, ഇപ്പോൾ ഏകദേശം അതിൻ്റെ അനുസരിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മൊബൈലിലൂടെയാണ് കാണുന്നതെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. എന്നാലും ഞാൻ മാക്സിമം സൂം ചെയ്ത് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇതങ്ങ് പൊക്കോളും. അതിൻ്റെ മുന്നോട്ട് കിടക്കുന്ന സെലക്ഷൻ അങ്ങ് പൊക്കോളും. ആൾട്ട് ഞെക്കി പിടിച്ച് ഒരു ക്ലിക്ക് ഞെക്കിയാൽ മതി. ഓക്കെ, അതങ്ങ് പോയി. ഇനി കുറച്ചുകൂടി ബാക്കിലോട്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക. അടുത്തൊരു പോയിൻ്റ് അടിച്ചു കൊടുക്കുക. ഇതേ കണക്കിന് ആ പോയിൻ്റ് അടിക്കുമ്പോൾ ആ ക്ലിക്ക് വിടരുത്. ക്ലിക്ക് ചെയ്ത് വലിച്ചുകൊണ്ടങ്ങ് പോവുക. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തൊരു റൗണ്ട് അവിടെ ക്രിയേറ്റ് ആവും. നിങ്ങൾ കുറേ ദൂരെ കൊണ്ടുവച്ച് പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി പാളും. നിങ്ങൾക്ക് അതേ ഷേപ്പ് അവിടെ കിട്ടണം എന്നില്ല. അത് നിങ്ങൾക്ക് പണി കിട്ടും. ഒരു സൈഡ് കറക്റ്റ് ആകുമ്പോൾ മറ്റേ സൈഡ് ഇതുപോലെ ഗ്യാപ്പുകൾ വരും. കണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് അടിക്കാൻ പറ്റും. വേറെയും ടൂളുകളുണ്ട്, ഞാൻ അത് കാണിച്ച് തരാം. ഇതിപ്പോൾ ഈ ഒരു പേന ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ്. അടുത്തടുത്ത് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പോവേണ്ടി വരും. അതായത് അടുത്തൊരു പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ആ ക്ലിക്ക് വിടാതെ തന്നെ വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോഴത്തേക്ക് അത് ഷേപ്പ് മാറി വരും. ഷേപ്പിനനുസരിച്ച് പുറകോട്ടും സൈഡിലോട്ടൊക്കെ ആക്കി നോക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും നമ്മുടെ ഷേപ്പിനനുസരിച്ച് എങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ആൾട്ട് ഞെക്കി പിടിച്ച് ആ ഒരു പോയിൻ്റ് ഞെക്കുമ്പോൾ തൊട്ടടുത്ത് വന്ന പോയിൻ്റ് അങ്ങ് മാഞ്ഞു നോക്കോളൂ. നമ്മൾ ആ മുമ്പ് കൊണ്ടുവച്ച പോയിൻ്റ് മായണമെങ്കിൽ ആൾട്ട് ഞെക്കി പിടിച്ചൊരു ക്ലിക്ക് ചെയ്താൽ മതി. ശരിയായില്ലെങ്കിൽ ഒന്നും കൂടി പോയിൻ്റ് മാറ്റുക. ബാക്ക് സ്പേസ് അടിക്കുക. ബാക്കിലോട്ട് പോകാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, കൺട്രോൾ ഇസഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറകിലോട്ട് പോവാം. ഫുള്ള് ഇങ്ങനെ അടുത്ത് പ്രസ് ചെയ്യുക. പ്രസ് വിടാതെ തന്നെ മുന്നോട്ട് വലിക്കുക. അപ്പോൾ ഷേപ്പ് തള്ളി വരും. അതിനനുസരിച്ച് കൊണ്ടുവയ്ക്കുക. റിലീസ്, ആ പ്രസ് അങ്ങ് വിടുക. തിരിച്ചിവിടെ വന്നിട്ട് ആൾട്ട് ഞെക്കി പിടിച്ചൊരു ക്ലിക്ക് ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോവാം. എന്നിട്ട് അടുത്തൊരു ലാസ്റ്റ് പോയിൻ്റ് കൊണ്ട് നമ്മൾ വെച്ചിട്ട്, നമുക്ക് അങ്ങോട്ട് മുട്ടിക്കണമെന്നില്ല, തൊട്ടടുത്തൊരു പോയിൻ്റ് കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി. അത് ഓട്ടോമാറ്റിക്കലി ജോയിൻ്റ് ആയിക്കോളും. പക്ഷെ നമുക്കിപ്പോൾ അവിടെ കൊണ്ട് ജോയിൻ്റ് ചെയ്യാനല്ല, താഴോട്ട് വരാനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഷേപ്പ് വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഫുള്ള് കണക്ട് ചെയ്ത് വന്നിരിക്കും. ഇനി ആ പോയിന്റിൽ നിന്നും ജസ്റ്റ് ചതുരം ആയതുകൊണ്ട് ഒറ്റ അടി അടിച്ചാൽ മതി.
മനസ്സിലായില്ലേ? പേനയുടെ ഉപയോഗം മനസ്സിലാക്കാനാണ് ചതുരവും റൗണ്ടും ഞാൻ വെട്ടി കാണിച്ചിരുന്നത്. ഒരുപാട് സൂം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പിക്സൽ മാറാതെ തന്നെ അതിനെ അടയാളപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു മൂലയെ കൊണ്ട് വെച്ചിട്ട് പിക്സൽ കാണുന്നവരെ നല്ല രീതിയിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പോയിൻ്റ് അടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അവിടെയും കൊണ്ട് മുട്ടിക്കുക. അവിടെ അടിക്കണമെന്നില്ല, നമുക്കല്ലാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ജോയിൻ്റ് ആകും. കുറച്ച് താഴോട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും അടിച്ചിട്ട് നമ്മളിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ജോയിൻ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അവിടെ തന്നെ കൊണ്ട് മുട്ടിക്കണമെന്നില്ല. ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചെന്ന് വെച്ചോളൂ, ഞാൻ കൊണ്ട് മുട്ടിച്ചിട്ടില്ല. ആ ഗ്യാപ്പ് കിടന്നാലും നമ്മൾ അതിൽ വെച്ചിട്ട് നമ്മൾ മുട്ടിക്കാതിരുന്നാലും നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാക്ക് സെലക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഫെദർ 0 തന്നെ കൊടുക്കുക. ഫെദർ 0 കൊടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ കൊടുക്കുമ്പോൾ അത് മൊത്തം ഒറ്റ സെലക്ഷനായി. കണ്ടോ, മൊത്തം നമ്മൾ വരച്ചതെല്ലാം ഒരു സെലക്ഷനായി വന്നു. ഇനി നമുക്ക് ബാക്ക് സ്പേസ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഫെദർ എന്താണെന്ന് കാണിച്ചു തരാം. ഫെദർ ഇതാണ് ഫെദർ. ഫെദറിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വ്യത്യാസം കാണണമെങ്കിൽ ഒരു 30 കിടക്കട്ടെ. ഫെദർ ഒരു 30 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെലക്ഷൻ എങ്ങനെ പോയി നോക്കി. കണ്ടോ, കറക്റ്റ് പെർഫെക്റ്റ് സെലക്ഷൻ അല്ല, ഒരുമാതിരി ഒരു കൂടുതലായിട്ട് സെലക്റ്റായി. അപ്പോൾ നമ്മൾ 0 അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ വരച്ചിട്ടുള്ളത് അത് തന്നെ പക്കയായിട്ട് സെലക്ട് ആവും. കണ്ടോ, ഇത് കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ വരച്ച് പോയത് അതേപോലെ സെലക്ട് ആവും. എന്നിട്ട് ആ ലെയർ സെലക്ട് ചെയ്ത് വെച്ചിട്ട് കൺട്രോൾ ജെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി നമുക്ക് എടുക്കാം. മനസ്സിലായോ? ആ ലെയറിൽ നിന്ന് നമ്മൾ വരച്ച് വെച്ചത് എങ്ങനെയാണോ അതിനെ അത്രയും ഭാഗം മാത്രം നമ്മൾ കൺട്രോൾ ജെ അടിച്ച് കോപ്പി ചെയ്തു. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ മാറ്റി കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതിൽ പറ്റും എന്നുള്ളതാണ് കാര്യം. ഇനി അടുത്തതായിട്ട് പറഞ്ഞാണ് നമ്മുടെ നെക്സ്റ്റ് നമുക്ക് ഉപയോഗമുള്ള ഒരു പെന്നെന്ന് പറയുന്നത് നമുക്ക് താഴെയായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കർവേച്ചർ പെൻ ടൂൾ എന്നും പറഞ്ഞിട്ട് നമുക്കൊരു സാധനം കൊടുത്തിട്ടുണ്ട്. കർവേച്ചർ, അതായത് കർവുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി. നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ല, റൗണ്ട് വരയ്ക്കാൻ ഇച്ചിരി പാടുള്ളത്. അത് നമുക്ക് ഇതിൽ എളുപ്പത്തിൽ വരയ്ക്കാം. കുറച്ച് ലൈൻസ് പിടിച്ചിരുന്നൊരു പാടേ ഉള്ളൂ. ഈ നമുക്ക് വെട്ടിയെടുക്കേണ്ട അതിൻ്റെ ചുറ്റും നമ്മൾ കറക്റ്റിന് കുറച്ച് ലൈൻ പിടിച്ച് കൊണ്ട് വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 2 ലൈൻ വെച്ചില്ലേ, ഇനി നിങ്ങൾ ആ പോയിൻറ്റും കൂടി ഫൈൻഡ് ചെയ്യുക. അതായത് ഓക്കെ, ഏത് പോയിൻറ്റിൽ നിന്നാണ് ഏത് പോയിൻ്റ് വഴിയാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പിടിച്ച് വയ്ക്കുക. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇതിൽ കാണിക്കുന്ന അതേ കണക്കങ്ങ് ചെയ്താൽ മതി കേട്ടോ, അപ്പോഴേ കറക്റ്റ് മനസ്സിലാവും. ഇനിയിപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തത് ഇപ്പോൾ സിമ്പിളായിട്ട് 1, 2, 3ാമത്തെ പോയിൻറ്റിൽ അത് റൗണ്ടാവും. കണ്ടോ, ഒറ്റ റൗണ്ടായി കണ്ടോ. 1 സെൻറ്ററിൽ അടുത്തൊരു പോയിൻറ്റ്, അതായത് ഒരു പോയിൻ്റ് ഇവിടെ നമ്മൾ ഇട്ടു, അടുത്തൊരു പോയിൻ്റ് മുകളിൽ ഇടാൻ പോവുകയാണ്. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഒരു പോയിൻ്റ് നമ്മൾ ഓൾറെഡി ഇട്ടു, അടുത്ത പോയിൻ്റ് സെൻറ്ററിൽ ഒരെണ്ണം ഇട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വന്നു. അടുത്ത പോയിൻ്റ് ഇടുന്നതോടുകൂടി ഇതൊരു കർവായിട്ടങ്ങ് മാറുകയാണ് കേട്ടോ. ഒരു റൗണ്ടിൻ്റെ ഹാഫ് മൂൺ ആയി മാറി അല്ലേ. ഇതുപോലെ നമുക്ക് താഴെയും റൗണ്ട് അടിക്കാം. അത് തുറന്ന് വന്നാൽ മതി. അവിടെ നിന്ന് അടുത്ത ലൈൻ അവിടെ വരും. പിന്നീട് ഇടുന്നതെല്ലാം നമുക്ക് റൗണ്ടായി തന്നെ വന്നോളും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തതും ഒരു പെൻ ടൂളുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം, നമ്മളിപ്പോൾ എടുത്തല്ല തൊട്ട് സെക്കൻഡായിട്ട് കിടന്നൊരു ഇതുണ്ട്. അത് നമുക്ക് ഫ്രീഡം എന്ന് പറയുന്ന രീതിയിൽ, അതായത് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു ടൂളാണ് കേട്ടോ. ഇത് നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് കറക്റ്റ് ഒരു വര വരയ്ക്കുമോ അതിനനുസരിച്ച് സെലക്ഷൻ വേണമല്ലോ കേട്ടോ. അതായത് നമ്മൾ എങ്ങനെ ഇപ്പോൾ റൗണ്ടിൻ്റെ ചുറ്റും നമ്മൾ കൈ കൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആളിൻ്റെ ഫേസ് വരച്ചെടുക്കാനാണ്, നമുക്കത് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചങ്ങെടുത്താൽ മതി. അതായത് അതേ ഷേപ്പിന് വരച്ചങ്ങെടുത്താൽ അത് സെലക്ട് ആവും. ഇപ്പം ഞാനിവിടെ വരച്ച് കാണിച്ചു തരാം. ഈ ഒരു റൗണ്ടിന് ഞാൻ ഇങ്ങനെ വരച്ച് പോവാണ്. വരച്ച് പോയിട്ട് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടോ, ആ വരച്ചത് എങ്ങനെയാണോ അതുപോലെ ഷേപ്പിനങ്ങ് വരും. നമുക്ക് കറക്റ്റ് റൗണ്ടൊന്നും ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളൊരു കഴിവ് വേണം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ എങ്ങനെയൊക്കെ വരയ്ക്കുന്നു അത് ആ രീതിയിൽ സെലക്ട് ആവുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പെൻ ടൂളിൻ്റെ ഉപയോഗങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ.